Hello everyone, welcome back to Click. കേരള പി എസ് സിയുടെ കാറ്റഗറി നമ്പർ 613/2025, അതായത് ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജിയുടെ ഫ്രീ കോച്ചിങ് ക്ലാസ്സസ് ആണ് ക്ലിക്ക് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മൾ നേരത്തെ തന്നെ സിലബസ് വൈസ് ഹാൻഡ് ബുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഇനിയും വാങ്ങാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക. നമ്മുടെ ഫ്രീ കോച്ചിങ് ക്ലാസ്സസ് കണ്ടുപഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഈ പറയുന്ന നോട്ട്സ് പ്രിന്റ് ഔട്ട് എടുത്ത് കൈ വെച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ സെഷൻ കഴിയുമ്പോഴും അത് റെഫർ ചെയ്തുകൊണ്ട് പെട്ടെന്ന് എളുപ്പത്തിൽ പഠിച്ചു തീർക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജിയുടെ സിലബസിലെ പാർട്ട് 2A ഫിസിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൊഡ്യൂൾ 1, 2, 3 മൂന്നും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മൊഡ്യൂൾ 4 ആണ്. മൊഡ്യൂൾ 4 എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് വരുന്നത് ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് ആണ് കേട്ടോ ടോപ്പിക്കില്. അതിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്സ് ടെമ്പറേച്ചർ, ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ തന്നെ കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ ഒക്കെ വരും. അതുപോലെ തെർമൽ എക്സ്പാൻഷൻ, കൈനറ്റിക് തിയറി ആൻഡ് തെർമോഡൈനാമിക്സ്. ഒരുപാട് ഇക്വേഷൻസ് ഒക്കെ ഉള്ള ഒരു മൊഡ്യൂൾ തന്നെയാണ് മൊഡ്യൂൾ 4ഉം. മൊഡ്യൂൾ 3യും ഏകദേശം അതുപോലെ തന്നെയായിരുന്നു. അപ്പോ ഇക്വേഷൻസ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടി വരും കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഒന്ന് പറയാം. ജസ്റ്റ് ടെമ്പറേച്ചർ ആൻഡ് തെർമോമീറ്റർ, ഏതൊക്കെ സ്കെയിൽസ് ആണ് ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ളത്, അതിന്റെ മെഷറിംഗ് ഡിവൈസസ് ഏതൊക്കെയാണ്, അതിന്റെ റേഞ്ചും കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ നമ്മൾ സെക്കൻഡ് ആയിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ, അതായത് കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ, 3 മെത്തേഡാണ് ഉള്ളത്. ഈ 3 മെത്തേഡിലും വരുന്ന കുറെ ലോസും നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ വരുന്നത് തെർമൽ എക്സ്പാൻഷൻ ആണ്. ലീനിയർ എക്സ്പാൻഷൻ ആണോ, ഏരിയ എക്സ്പാൻഷൻ ആണോ, വോളിയം എക്സ്പാൻഷൻ ആണോ എന്നുള്ളതിനനുസരിച്ചും ഈ പറയുന്ന പോലെ ഫോർമുലാസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുന്നുണ്ടാവുക ഐഡിയൽ ഗ്യാസ് ആൻഡ് കൈനറ്റിക് തിയറി ആണ്. ഐഡിയൽ ഗ്യാസ് ലോസ് ഉണ്ട്, അതിനെ പറ്റി നമ്മൾ നോക്കുന്നുണ്ടാവും. പിന്നെ കൈനറ്റിക് തിയറി ആയിട്ട് റിലേറ്റഡ് ടോപ്പിക്സും നമ്മൾ നോക്കുന്നുണ്ടായിരിക്കും. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ വരുന്നത് തെർമോഡൈനാമിക്സിന്റെ ഫണ്ടമെന്റൽസും അതുപോലെ ഹീറ്റ് എഞ്ചിൻസ്, കാർനോട്ട് സൈക്കിള്, എൻട്രോപ്പി തുടങ്ങിയ ടേംസ് ഒക്കെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം അല്ലെ. അപ്പൊ മൊഡ്യൂൾ 4ലെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആൻഡ് തെർമോമീറ്റേഴ്സ് ആണ്. നമ്മൾ അതിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക സ്കെയിൽസ് ഓഫ് മെഷർമെന്റ്. ഇൻ ഓർഡർ ടു measure the temperature there are certain scales, right? ആ സ്കെയിൽസിനെ പറ്റിയും അതുപോലെ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ടു മെഷർ ദം അതുമായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. നമുക്ക് അറിയാവുന്ന 3 യൂണിറ്റ്സ് ആണ്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ സ്കെയിൽസ് ആണ്. ഫസ്റ്റ് തന്നെ നമ്മൾ പരിചയപ്പെടുന്നത് സെൽഷ്യസ്, ഫാരൻഹൈറ്റ്, കെൽവിൻ. നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള 3 ടെമ്പറേച്ചർ സ്കെയിൽസ് ആണ് അല്ലെ. സെൽഷ്യസിലാണെങ്കിൽ നമുക്കറിയാം ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഡിവിഷൻസ് ടോട്ടൽ വരുന്നത് 100 തന്നെയാണ്. അബ്സല്യൂട്ട് സീറോയുടെ വാല്യൂ എന്ന് പറയുന്നത് ഓർത്ത് വെക്കാം -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അതേസമയം ഫാരൻഹൈറ്റിന്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ ഫ്രീസിംഗ് പോയിന്റ് വരുന്നത് 32 ഡിഗ്രി ഫാരൻഹൈറ്റ് ആണ്. ബോയിലിംഗ് പോയിന്റ് വരുന്നത് 212 ഡിഗ്രി ഫാരൻഹൈറ്റ് ആണ്. ഡിവിഷൻസ് ടോട്ടലി 180 ഉണ്ട്. അതിന്റെ കേസിൽ അബ്സല്യൂട്ട് സീറോയുടെ വാല്യൂ കൂടെ ഓർത്ത് വെക്കാം -459.67 ഡിഗ്രി ഫാരൻഹൈറ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കെൽവിൻ ആണ്. കെൽവിന്റെ കേസിൽ ഫ്രീസിംഗ് പോയിന്റ് വരുന്നത് 273.15 കെൽവിൻ ആണ്. ബോയിലിംഗ് പോയിന്റ് വരുന്നത് 373.15 കെൽവിൻ ആണ്. ടോട്ടൽ ഡിവിഷൻസ് എന്ന് പറയുന്നത് 100 ആണ്. അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത് 0 കെൽവിൻ തന്നെയാണ്. പിന്നെ ഒരെണ്ണം കൂടി നമുക്ക് അറിയാത്ത, നമ്മൾ അധികം ഫെമിലിയർ അല്ലാത്ത, ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, എന്നാലും അധികം ഫെമിലിയർ അല്ലാത്ത ഒരു ടെമ്പറേച്ചർ സ്കെയിലാണ് റാങ്കൈൻ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ R എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതിന്റെ കേസിൽ വരുന്ന ഫ്രീസിംഗ് പോയിന്റിന്റെയും ബോയിലിംഗ് പോയിന്റിന്റെയും അതുപോലെ നമ്പർ ഓഫ് ഡിവിഷൻസ് ആൻഡ് അബ്സല്യൂട്ട് സീറോസ് എന്ന് പറയുന്നത് 0 തന്നെയാണ്. 0 റാങ്കൈൻ തന്നെയാണെന്നുള്ളതും ഓർത്ത് വയ്ക്കാം.
ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് കൺവേർഷൻസ് ബിറ്റ്വീൻ ഈ യൂണിറ്റ്സ് ആണ് വരുന്നത്. നമുക്ക് ഡിഗ്രി സെൽഷ്യസും കെൽവിനും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അറിയാം, ഡിഗ്രി സെൽഷ്യസിന്റെ ഒപ്പം 273.15 ആഡ് ചെയ്യുന്നതാണ് ഈ പറയുന്ന കെൽവിനിലുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ദിസ് ഇസ് എ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കൺവേർഷൻ, സോ റിമെമ്പർ ദാറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിഗ്രി ഫാരൻഹൈറ്റിലാണെങ്കിൽ ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് എങ്ങനെ ഡിഗ്രി ഫാരൻഹൈറ്റിലേക്ക് മാറ്റുന്നുള്ളതും കൂടെ പഠിച്ചു വെക്കാം. 9/5 ഇൻറ്റു ഡിഗ്രി സെൽഷ്യസിലുള്ള ടെമ്പറേച്ചർ പ്ലസ് 32 ചെയ്യുന്നതായിരിക്കും ഡിഗ്രി ഫാരൻഹൈറ്റിലുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഓർത്തു വെക്കേണ്ട ഒരു പോയിന്റ് ആണ് ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 273.16 കെൽവിൻ. അത് ഒരു സ്റ്റാൻഡേർഡ് ഫിക്സഡ് പോയിന്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ കൂടെ ഒന്ന് ഓർത്തു വെക്കാം. മെയിൻ ആയിട്ട് ഈ രണ്ട് കൺവേർഷൻസ് ആണ്, കെൽവിനും ഫാരൻഹൈറ്റും ഡിഗ്രി സെൽഷ്യസും തമ്മിലുള്ള കൺവേർഷൻസ് ആണ് ഇക്വേഷൻസ് ഓർത്തു വെക്കേണ്ടത് കേട്ടോ. നമ്മൾ പറഞ്ഞ പോലെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സിനെ പറ്റിയാണ്. ഏതാണ്? തെർമോമീറ്റർ ആണ്. അത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് തെർമോമീറ്റേഴ്സ് ഉണ്ട്, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അതിന്റെ പ്രിൻസിപ്പിളിനെ പറ്റിയിട്ടും അതിന്റെ റേഞ്ച്, ഏത് റേഞ്ചിലുള്ള ടെമ്പറേച്ചർ ആണ് അത് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയും നമ്മൾ പറയുന്നുണ്ടാവും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മെർക്കുറി ഇൻ ഗ്ലാസ് ആണ്. മെർക്കുറി ഇൻ ഗ്ലാസ് എന്ന് പറയുന്നത് ഇറ്റ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് തെർമൽ എക്സ്പാൻഷൻ ഓഫ് മെർക്കുറി. മെർക്കുറിയുടെ തെർമൽ എക്സ്പാൻഷൻ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അത് നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നതാണ് എവിടം തൊട്ട് -39 ഡിഗ്രി സെൽഷ്യസ് തൊട്ട് 357 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അടുത്തത് ആൽക്കഹോൾ തെർമോമീറ്റർ ആണ്. ആൽക്കഹോൾ തെർമോമീറ്ററിന്റെ കേസിൽ തെർമൽ എക്സ്പാൻഷൻ ഓഫ് മെർക്കുറിക്ക് പകരം ഇവിടെ എന്താണ്? ആൽക്കഹോൾ ആണ് പ്രിൻസിപ്പിൾ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതിന്റെ കേസിൽ ലോ ടെമ്പറേച്ചറിനാണ് അത് കുറച്ചും കൂടി അഭികാമ്യം. അതുകൊണ്ട് തന്നെ നമ്മൾ -115 ഡിഗ്രി സെൽഷ്യസ് ടു 78 ഡിഗ്രി സെൽഷ്യസിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ആൽക്കഹോൾ തെർമോമീറ്റർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് തെർമോമീറ്റർ ആണ്. റെസിസ്റ്റൻസ് തെർമോമീറ്റർ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് വിത്ത് ടെമ്പറേച്ചറിനനുസരിച്ച് ആ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് കേട്ടോ. അതിന്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലാറ്റിനം ആണ്. ഈ ഒരു റെസിസ്റ്റൻസ് തെർമോമീറ്റർ എന്ന് പറയുന്നത് വെരി അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു തെർമോമീറ്റർ ആണ് എന്നുള്ളത് ഓർത്ത് വെക്കാം. അതിന് -200 ഡിഗ്രി സെൽഷ്യസ് തൊട്ട് 850 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ടെമ്പറേച്ചർ റേഞ്ച് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് തെർമോകപ്പിൾ ആണ്. തെർമോകപ്പിൾ വർക്ക് ചെയ്യുന്നത് നമുക്കറിയാം സീബാക്ക് എഫക്ട് വെച്ചിട്ടാണ്, തെർമോ ഇലക്ട്രിക് EMF വെച്ചിട്ടാണെന്ന് നമുക്ക് പറയാം. ഇതിന്റെ കേസിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് ഫാസ്റ്റർ റെസ്പോൺസ്. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് -200 ഡിഗ്രി സെൽഷ്യസ് ടു 1600 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ടെമ്പറേച്ചർ മെഷർമെന്റിന് നമ്മൾ തെർമോകപ്പിൾ യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പൈറോമീറ്റർ ആണ്. പൈറോമീറ്റർ എന്ന് പറയുന്നത് തെർമൽ റേഡിയേഷൻ എമിറ്റഡിനെ ബേസ് ചെയ്തിട്ടാണ് മെഷർമെന്റ് നടത്തുന്നത്. അത് നോൺ കോണ്ടാക്ട് മെത്തേഡ് ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫർണസുകളുടെ കേസിലാണ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഓർത്ത് വെക്കുക. നമ്മള് മെയിൻ ആയിട്ട് ഗ്രേറ്റർ ദാൻ 600 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ടെമ്പറേച്ചർ മെഷർ ചെയ്യാനാണ് ഈ പറയുന്ന പൈറോമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വോളിയം ഗ്യാസ് തെർമോമീറ്റർ ആണ്. പ്രഷർ ചേഞ്ചസ് ഓഫ് ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്നുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് വർക്ക് ചെയ്യുന്നത്. ഇത് അക്യുറേറ്റ് ആണ് എന്നുള്ളത് കൂടെ ഓർത്തു വയ്ക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. നമ്മൾ പറഞ്ഞ പോലെ മെയിൻ ആയിട്ട് 3 മെത്തേഡ്സ് ആണ് ഉള്ളത്. കണ്ടക്ഷൻ ഉണ്ട്, കൺവെക്ഷൻ ഉണ്ട്, റേഡിയേഷൻ ഉണ്ട്. ആദ്യം നമ്മൾ കണ്ടക്ഷനും കൺവെക്ഷനും ആണ് നോക്കാൻ പോകുന്നത്. എങ്ങനെയാണ് സോളിഡ്സിൽ കൂടിയും ഫ്ലൂയിഡ്സിൽ കൂടിയും ഹീറ്റ് മൂവ് ചെയ്യുന്നതെന്ന് എന്നനുസരിച്ചിട്ടാണ് ഈ പറയുന്ന ഹീറ്റ് ട്രാൻസ്ഫറിനെ നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. കണ്ടക്ഷൻ, ആസ് ദ നെയിം സജസ്റ്റ്, കണ്ടക്ഷനില് എന്ന് പറയുമ്പോൾ ഹീറ്റ് ഫ്ലോസ് ത്രൂ മാറ്റർ വിത്തൗട്ട് ബൾക്ക് മൂവ്മെന്റ് ഓഫ് മെറ്റീരിയൽ. ഇലക്ട്രോൺസ് വഴി ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുക, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കണ്ടക്ഷൻ എന്ന് പറയുന്നത്. അതിൽ വരുന്നൊരു ഇമ്പോർട്ടന്റ് ലോ ആണ് ഈ ഫുറിയർ ലോ എന്ന് പറയുന്നത്. ഫുറിയേഴ്സ് ലോ ഓഫ് കണ്ടക്ഷൻ അനുസരിച്ച് Q by T can be found out using the equation Ka
into T1 minus T2 divided by capital L, where K is the thermal conductivity, A is the area, L is the thickness. Okay, ഈ ഒരു ഫോർമുല അപ്പൊ ഓർത്ത് വെക്കുക കേട്ടോ. ഇതിലെ തെർമൽ റെസിസ്റ്റൻസ് കാണുന്നതിനുള്ള ഫോർമുല R is equal to L divided by KA എന്ന് പറയുന്നതാണ്. ഓക്കെ, വിച്ച് ഈസ് അനലോഗസ് ടു ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് കാണുന്നതിനുള്ള ഫോർമുല നമുക്കറിയാം. റെസിസ്റ്റൻസ് എന്താണ്? റോ എൽ ഡിവൈഡഡ് ബൈ എ ചെയ്യുന്നതാണ്. അതിന് അനലോഗസ് ആണ് ഈ പറയുന്ന എൽ ഡിവൈഡഡ് ബൈ കെ എ ചെയ്യുന്നത് കേട്ടോ, തെർമൽ റെസിസ്റ്റൻസ്. ഓക്കെ, ഇലക്ട്രിക്കൽ സർക്യൂട്ട്സിലുള്ളത് പോലെ സീരീസിൽ കണക്ട് ചെയ്യുമ്പോഴും പാരലലിൽ കണക്ട് ചെയ്യുമ്പോഴും വരുന്ന തെർമൽ റെസിസ്റ്റൻസിന്റെ കേസ് ഇവിടെ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. തെർമൽ റെസിസ്റ്റൻസ് ആണെങ്കിൽ സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ മുന്നത്തെ പോലെ തന്നെ റെസിസ്റ്റൻസ് ടോട്ടൽ എന്ന് പറയുന്നത് സം ഓഫ് റെസിസ്റ്റൻസ് ആണ് വരിക. R1 പ്ലസ് R2 പ്ലസ് എക്സെട്ര പോവും. സെയിം ക്യൂ ആയിരിക്കും വരിക. പക്ഷെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുന്നത് ആഡ് അപ്പ് ചെയ്ത് വരും. അതേസമയം റോഡ്സ് പാരലൽ ആണുള്ള കണ്ടീഷൻ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 1/R ടോട്ടൽ ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് എക്സെട്ര എന്നുള്ള ഫോർമാറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടോട്ടൽ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ കേസിലാവുമ്പോൾ എന്താണ്? ഡെൽറ്റ ടി എന്ന് പറയുന്നതായിരിക്കും സെയിം, ക്യൂ എന്ന് പറയുന്നത് ആഡ് ചെയ്ത് വരും. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കൺവെക്ഷൻ ആണ്. കൺവെക്ഷന്റെ കേസിൽ എന്ന് പറയുമ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ ബൈ ഫ്ലൂയിഡ് മൂവ്മെന്റ്. ഫ്ലൂയിഡ് മൂവ്മെന്റ് വഴിയാണ് ഹീറ്റ് ട്രാൻസ്ഫർ എങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺവെക്ഷൻ എന്ന് പറയുന്നത്. കൺവെക്ഷന്റെ കേസിൽ യൂസ് ചെയ്യുന്ന ഫോർമുല dQ/dt is equal to H into A into T minus T0, where T0 is the ambient temperature, H is the convective heat transfer coefficient. Okay, this law is known as Newton's law of cooling. Okay, natural convection ആണെങ്കിൽ it is driven by buoyancy. അതായത് heated fluid ലെസ്സർ ഡെൻസ് ആണ്, ലെസ്സർ ഡെൻസിറ്റി ആണ് അല്ലെ, അതുകൊണ്ട് അത് റൈസ് ചെയ്യും. അതുപോലെ കൂളർ ഫ്ലൂയിഡ്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അത് സിങ്ക് ചെയ്യായിരിക്കും ചെയ്യുക. നാച്ചുറൽ കൺവെക്ഷൻ തന്നെയാണ് നടക്കുന്നത്. ഫോഴ്സ്ഡ് കൺവെക്ഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു എക്സ്റ്റേണൽ ഏജൻസി നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടാവും, ലൈക്ക് ഫാൻ അല്ലെങ്കിൽ പമ്പ്. അതായിരിക്കും ഈ ഫ്ലൂയിഡിനെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, ഇതിന്റെ അപ്ലിക്കേഷൻസ് മെയിൻ ആയിട്ട് വരുന്നത് സീ ഓർ ലാൻഡ് ബ്രീസ്, കടൽക്കാറ്റ്, കരക്കാറ്റ് എന്നൊക്കെ പഠിച്ചിട്ടുള്ളതൊക്കെ ഇതിന്റെ അപ്ലിക്കേഷൻസിൽ വരുന്നതാണ് കൺവെക്ഷന്റെ കേട്ടോ. അതൊന്ന് ഓർത്ത് വെക്കുക. ട്രേഡ് വിൻസ്, അതുപോലെ സെൻട്രൽ ഹീറ്റിംഗ്, കാർ റേഡിയേറ്റേഴ്സ് ഒക്കെ ഇതിലാണ് വരിക. ഒക്കെ ഇതിന്റെ അപ്ലിക്കേഷൻസ് തന്നെയാണ്. ഇത് സോളിഡ്സിൽ ഒക്കർ ചെയ്യില്ല എന്നുള്ളതും കൂടെ നോട്ട് ചെയ്ത് വെക്കുക. തേർഡ് വൺ എന്ന് പറയുന്നത് നമ്മൾ ഏതാണ് പറഞ്ഞത്? റേഡിയേഷൻ ആണ്. റേഡിയേഷനിൽ ഹീറ്റ് ട്രാൻസ്ഫർ എങ്ങനെയാണ് നടക്കുന്നത്? കണ്ടക്ഷനിലായിരുന്നപ്പോ എന്തായിരുന്നു? ഫ്ലൂയിഡ് മൂവ്മെന്റ് ഇല്ല, ഇലക്ട്രോൺസ് വഴി ഹാൻഡ് ഓവർ ചെയ്യാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. കൺവെക്ഷനിലായിരുന്നപ്പോ എന്ത് പറഞ്ഞു? ഫ്ലൂയിഡ് മൂവ്മെന്റ് വഴിയാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യണേന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ സോളിഡ്സിന്റെ കേസിൽ നടക്കില്ല, അത് ഓർത്ത് വെച്ചോളൂ. റേഡിയേഷന്റെ കേസിലാകുമ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് വഴിയാണ് നടക്കുന്നത്. ഓക്കെ, സോ ഇൻ റേഡിയേഷൻ ഹീറ്റ് ട്രാൻസ്ഫർ ഒക്കേഴ്സ് ബൈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. അതുകൊണ്ട് തന്നെ there is no medium required for this particular heat transfer method, and this is the fastest mode of heat transfer as well. അതും കൂടെ ഓർത്ത് വെക്കാം കേട്ടോ. മീഡിയം ആവശ്യമില്ല, അതുപോലെ തന്നെ ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ് ഈ പറയുന്ന റേഡിയേഷൻ എന്ന് പറയുന്നത്. നമ്മൾ എടുക്കുകയാണെങ്കിൽ എല്ലാ ബോഡീസും റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നുണ്ട്. ഡിപ്പെൻഡിങ് ഓൺ എന്തിനൊക്കെയാണ്? ടെമ്പറേച്ചറും സർഫസ് പ്രോപ്പർട്ടീസിനും അനുസരിച്ചാണ് ഓരോ ബോഡീസും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നതെന്നും കൂടെ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് റേഡിയേഷന്റെ കേസിൽ വരുന്ന ചില പാരാമീറ്റേഴ്സ് ആണ് അബ്സോർപ്റ്റിവിറ്റി എ, എമിസിവിറ്റി ഇ എന്നൊക്കെ പറയുന്നത്. അബ്സോർപ്റ്റിവിറ്റി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാക്ഷൻ ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ അബ്സോർബ്, അതിന്റെ ഒരു മെഷറിനെയാണ് നമ്മൾ അബ്സോർപ്റ്റിവിറ്റി എ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൈൽ emissivity means the ratio of energy emitted to that of a perfect black body at same temperature. So we have to define black body, right?
ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പെർഫെക്റ്റ് അബ്സോർവർ ആൻഡ് എമിറ്റർ ആയിട്ടുള്ള ഒരു ബോഡിനെയാണ് നമ്മൾ ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത്. ഫോർ വിച്ച് absorptivity A and emissivity E will be equal to 1. Okay, ആ ഒരു പോയിന്റ് ഓർത്ത് വെച്ചോളൂ കേട്ടോ. കിർച്ചോഫ്സ് ലോ അനുസരിച്ച് പറയുന്നത് ഗുഡ് അബ്സോർബേഴ്സ് എന്ന് പറയുന്നത് ഗുഡ് എമിറ്റേഴ്സും ആയിരിക്കും എന്നാണ്. നെക്സ്റ്റ് നമ്മൾ കുറച്ച് ലോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലാങ്ക്സ് ലോ വരുന്നുണ്ട് ഫസ്റ്റ്, പിന്നെ വെയിൻസ് ലോ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കി പോവാം. പ്ലാങ്ക്സ് ലോയിൽ പറയുന്നത് ഇ ഓഫ് ലാംഡ ടി ഇസ് ഈക്വൽ ടു, ഒരു വലിയ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇക്വേഷൻ കണ്ട് പേടിക്കണ്ട, എന്നിരുന്നാലും ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, 2hc² ഡിവൈഡഡ് ബൈ ലാംഡ റേസ് ടു 5 ഇൻറ്റു 1 ബൈ ഇ റേസ് ടു hc ബൈ ലാംഡ kt മൈനസ് 1 ആണ് വരുന്നത്. ഈ അൾട്രാ വയലറ്റ് കാറ്റസ്ട്രോഫി എന്ന് പറയുന്നത് റിസോൾവ് ചെയ്യുന്നത് ഈ പർട്ടിക്കുലർ പ്ലാങ്ക്സ് ലോ യൂസ് ചെയ്തിട്ടാണെന്നുള്ളത് കൂടെ നിങ്ങൾ ഓർത്തു വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ ആണ്. വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ പ്രകാരം ലാംഡ മാക്സ് ഇൻറ്റു ടി വിച്ച് ഇസ് ഈക്വൽ ടു ബി ഇസ് ഈക്വൽ ടു 2.898 ഇൻറ്റു 10⁻³ മീറ്റർ കെൽവിൻ ആണ് എന്നുള്ളതും കൂടെ ഓർത്തു വെക്കുക. അതായത് എന്താണ്, ടി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് പീക്ക് ലേവ് ലെങ്ത് എന്ന് പറയുന്ന ലാംഡ മാക്സിന്റെ വാല്യൂ ഷോർട്ടർ ആവും, കുറയും. ഓക്കെ, ഷോർട്ടർ വേവ് ലെങ്ത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്, ബ്ലൂ സൈഡിലേക്കാണ് ഷിഫ്റ്റ് വരുന്നത്. അപ്പൊ ബ്ലൂ ഷിഫ്റ്റ് ആണ് വരുന്നത് എന്നുള്ളത് കൂടെ ഓർത്ത് വെക്കാം. സണ്ണിന്റെ കേസിൽ ടെമ്പറേച്ചർ വരുന്നത് ഏകദേശം നിയർ ടു 6000 കെൽവിൻ ആണ്. സോ ലാംഡ മാക്സിന്റെ വാല്യൂ വരുന്നത് 502 നാനോമീറ്റർ ആണ് വരുന്നത്. ഹ്യൂമൻ ബോഡി അതേ സമയം എടുക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 310 കെൽവിന്റെ അടുത്താണ് വരുന്നത് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സോ ലാംഡ മാക്സ് വിൽ ബി 9.4 മൈക്രോമീറ്റർ വിച്ച് ഈസ് എ ലിറ്റിൽ ബിറ്റ് ഗ്രേറ്റർ ദാൻ കമ്പയർഡ് ടു സൺ. സണ്ണിന്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുതലായതുകൊണ്ടാണ് ഈ പറയുന്ന ലാംഡ മാക്സ് അല്ലെങ്കിൽ പീക്ക് വേവ് ലെങ്ത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത് വീണ്ടും ഷോർട്ടർ ആയിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റീഫൻ ബോൾട്സ്മാൻസ് ലോ ആണ്. സ്റ്റീഫൻസ് ലോ അനുസരിച്ച് പറയുന്നത് പി ഇസ് ഈക്വൽ ടു എമിസിവിറ്റി ഇ ഇൻറ്റു സിഗ്മ ഇൻറ്റു ടി റേസ് ടു 4 ഇൻറ്റു എ ചെയ്യുന്നതാണ്. സിഗ്മ ഇസ് ഈക്വൽ ടു 5.67 ഇൻറ്റു 10⁻⁻8 വാട്ട് പെർ മീറ്റർ സ്ക്വയർ കെ റേസ് ടു 4 ആണ്, കെൽവിൻ റേസ് ടു 4 ആണ് കേട്ടോ വരുന്നത്. അതിന്റെ യൂണിറ്റ് കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നെറ്റ് റേഡിയേഷൻ എക്സ്ചേഞ്ച് ആണ് നമ്മൾ കാണുന്നതെങ്കിൽ പി നെറ്റ് വിൽ ബി ഈക്വൽ ടു ഇ സിഗ്മ എ ഇൻറ്റു ടി റേസ് ടു 4 പകരം എന്താണ് വരുന്നത്, നെറ്റ് റേഡിയേഷൻ എക്സ്ചേഞ്ച് ആണ് നോക്കുന്നത്. സോ ടി റേസ് ടു 4 മൈനസ് ടി 0 റേസ് ടു 4 ചെയ്തതായിരിക്കും കേട്ടോ. അതായത് നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് ക്ലിയർ ആണ് ടോട്ടൽ റേഡിയേറ്റഡ് പവർ പി ഇസ് പ്രൊപ്പോർഷണൽ ടു ടി റേസ് ടു 4 അല്ലെ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ടി റേസ് ടു 4 ഡിപ്പെൻഡൻസിനെ പറ്റി പറയാം. ഇത് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. എനർജി റേഡിയേറ്റഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ടി റേസ് ടു 4 ആണ്, വിച്ച് ഇംപ്ലൈസ് ടി എന്ന് പറയുന്നത് 2 ടൈംസ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന എനർജി റേഡിയേറ്റഡ് എന്ന് പറയുന്നത് എത്ര ടൈംസ് ആവും, 2 റേസ് ടു 4 വിച്ച് ഈസ് ഈക്വൽ ടു 16 ടൈംസ് ആയിരിക്കും. ഓക്കെ, ആൻഡ് വൺ മോർ തിങ് യു ഹാവ് ടു നോട്ട് ഡൗൺ ഇസ് സ്റ്റെഫാൻസ് ലോ അല്ലെങ്കിൽ അൺലൈക്ക് വെയിൻസ് ലോ. ഈ പറയുന്ന സ്റ്റെഫാൻസ് ലോ എന്ന് പറയുന്നത് എല്ലാ ടെമ്പറേച്ചറിലും ഒരുപോലെയാണ്, ഇസ് എക്സാക്ട് ഫോർ ഓൾ ടെമ്പറേച്ചർ. അപ്പൊ ഈ പറയുന്ന സ്റ്റെഫാൻസ് ലോ എന്ന് പറയുന്നത് വാലിഡ് അറ്റ് ഓൾ ടെമ്പറേച്ചേഴ്സ് ആണെന്ന് ഓർത്തു വയ്ക്കാം. നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ് ഇത്. റേഡിയേറ്റഡ് എനർജി വേഴ്സസ് ടെമ്പറേച്ചറിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ബോഡി 727 ഡിഗ്രി സെൽഷ്യസിലായിരിക്കുമ്പോൾ എനർജി റേഡിയേറ്റ് ചെയ്യുന്നത് പി ആണെന്ന് വിചാരിക്കുക. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് 1727 ഡിഗ്രി സെൽഷ്യസ് ആയാൽ ബൈ വാട്ട് ഫാക്ടർ ഡസ് പി ഇൻക്രീസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ആദ്യം ഡിഗ്രി സെൽഷ്യസിനുള്ളതിനെ കൺവേർട്ട് ചെയ്ത് കെൽവിനിലേക്ക് ആക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സോ T1 നമുക്ക് കിട്ടുന്നത്
273.15 ആണ് ആക്ച്വലി 273 അപ്രോക്സിമേറ്റ്ലി എടുക്കുമ്പോൾ നമുക്ക് കെൽവിനിലുള്ളത് 1000 കെൽവിനും, അതുപോലെ T2 എന്ന് പറയുന്നത് ഈ 1727 പ്ലസ് 273 ചെയ്യുമ്പോൾ 2000 കെൽവിനും വരുന്നു. അതായത് ഫസ്റ്റ് ടെമ്പറേച്ചറിന്റെ ഡബിൾ ആണ് ഈ പറയുന്ന സെക്കൻഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അല്ലെ. T2 is 2 times T1 ആണ്. സോ നമുക്കറിയാം അക്കോർഡിംഗ് ടു സ്റ്റെഫാൻസ് ലോ എന്താണ്, P is proportional to T raised to 4 ആണ്. അപ്പൊ ഡബിൾ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 2 raised to 4 ടൈംസ് എന്താവും, ഈ പറയുന്ന P ഇൻക്രീസ് ചെയ്യും. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 2 raised to 4 which is equal to 16. സോ വി ഗെറ്റ് ആൻസർ ആസ് 16 ടൈംസ്. അപ്പോ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ആണ്. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് അനുസരിച്ച് എക്സ്പോണൻഷ്യൽ കൂളിംഗിന്റെ ഫോർമുലയാണ് ഇത്. ടി ഓഫ് ടി ഇസ് ഈക്വൽ ടു T0 പ്ലസ് Ti മൈനസ് T0 ഇൻറ്റു ഇ റേസ് ടു മൈനസ് KT എന്ന് പറയുന്നതാണ്. വർക്ക് K ഇസ് ദ കൂളിംഗ് കോൺസ്റ്റന്റ് ആണ്. T0 എന്ന് പറയുന്നത് സറൗണ്ടിങ് ടെമ്പറേച്ചർ ആണ് ആൻഡ് Ti ഇസ് ദ ഇനീഷ്യൽ ടെമ്പറേച്ചർ ആൻഡ് ഇറ്റ് ഈസ് വാലിഡ് ഫോർ ഓൺലി സ്മോൾ ടെമ്പറേച്ചർ ചേഞ്ചസ്. അതും കൂടെ നോട്ട് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ഇതൊരു ലീനിയർ പ്ലോട്ട് ആണെന്നും കൂടെ മനസ്സിലാക്കി വെക്കുക. അതായത് T-T0യും ടൈമും വെച്ച് വരയ്ക്കുന്ന ഈ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് gives a straight line with slope മൈനസ് K. ഓക്കെ, അതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് തെർമൽ എക്സ്പാൻഷൻ ആണ്. തെർമൽ എക്സ്പാൻഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹൗ സോളിഡ്സ് എക്സ്പാൻഡ്സ് വിത്ത് ദിസ് ടെമ്പറേച്ചർ എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞ പോലെ ലീനിയർ എക്സ്പാൻഷൻ ഉണ്ട്, ഏരിയ എക്സ്പാൻഷൻ ഉണ്ട് ആൻഡ് വോള്യൂം എക്സ്പാൻഷൻ ഉണ്ട്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലീനിയർ എക്സ്പാൻഷൻ ആണ്. ലീനിയർ എക്സ്പാൻഷൻ ഇൻ കേസ് ഓഫ് സോളിഡ്സ് നോക്കുകയാണെങ്കിൽ ലീനിയർ എക്സ്പാൻഷന്റെ ഫോർമുല പറഞ്ഞിട്ടുണ്ട് L is equal to L0 into 1 plus alpha into delta T ചെയ്തതായിരിക്കും. ഓക്കെ, അതായത് ആ ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെൽറ്റ എല്ലിന്റെ ഫോർമുല എഴുതാം. കാരണം L is equal to L0 into 1 plus alpha into delta T എന്നാണ് പറഞ്ഞിട്ടുള്ളത്. which implies L0 plus L0 alpha delta T, which implies L0 alpha delta T is the delta L value, right? അതിൽ നിന്ന് നിങ്ങൾക്ക് ഡെൽറ്റ എല്ലിന്റെ വാല്യൂ ഓർത്ത് വെച്ചൂടെ? അപ്പൊ ഈ ഒരു ഇക്വേഷൻ മാത്രം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെൽറ്റ എല്ലിന്റെ വാല്യൂ, ചേഞ്ച് ഇൻ ലെങ്ത്തിന്റെ വാല്യൂ കൂടെ കിട്ടും. ഓക്കെ, വേർ ആൽഫ, ഈ പറഞ്ഞിട്ടുള്ള ഇക്വേഷനിലെ ആൽഫ എന്ന് പറയുന്നത് എന്താണ്, കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആണ്. ഓക്കെ, അതുകൂടെ ഓർത്ത് വെക്കാം. ഇനി കുറച്ച് മെറ്റീരിയൽസിന്റെ കേസിൽ വരുന്ന ആൽഫയുടെ വാല്യൂ, അതുപോലെ കുറച്ച് നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റ്സും കൂടെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇൻവറിന്റെ കേസിൽ, അതായത് നിക്കൽ അയൺ അലോയ് ആണത്, അതിന്റെ കേസിൽ ആൽഫ ഇൻ ഓർഡർ ഓഫ് ഇൻറ്റു 10⁻⁻⁶ പെർ ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന യൂണിറ്റ് ഉണ്ട് കേട്ടോ അതിന്റെ ഒപ്പം. അല്ലാണ്ട് 0.9 അല്ല വാല്യൂ. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.9 എന്ന് പറയുമ്പോൾ 0.9 ഇൻറ്റു 10⁻⁻⁶ പെർ ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അതാണ് ലോവസ്റ്റ് വാല്യൂ കാണിക്കുന്നത്. അത് നമ്മൾ യൂസ് ചെയ്യുന്ന എവിടെയൊക്കെയാണെന്നും കൂടെ ഓർത്ത് വെക്കുക. ക്ലോക്സ്, പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ്സിന്റെ കേസിലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഗ്ലാസിന്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 8.5 ആണ്. ഓർക്കണം, ഇൻറ്റു 10⁻⁻⁶ ഉണ്ട് കേട്ടോ പെർ ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അതും ലോ തന്നെയാണ് വരുന്നത്. നമ്മൾ തെർമോമീറ്റേഴ്സിന്റെ കേസിൽ യൂസ് ചെയ്യുന്നത് അതാണ്. സ്റ്റീൽ അല്ലെങ്കിൽ അയണിന്റെ കേസിൽ വരുമ്പോൾ ഇത് അപ്രോക്സിമേറ്റ്ലി 12 ആയിരിക്കും. റെയിൽവേ ട്രാക്സിലൊക്കെ യൂസ് ചെയ്യുന്നത് ഇതാണ്. അതുകൊണ്ടാണ് നമ്മൾ എക്സ്പാൻഷന് വേണ്ടി റെയിൽവേ ട്രാക്സിൽ ഗ്യാപ്സ് വിടുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കോപ്പർ ആണ്. അപ്രോക്സിമേറ്റ്ലി 17 റേഞ്ച് വരുന്നുണ്ട്. 17 ഇൻറ്റു 10⁻⁻⁶ ഉണ്ടാവും, മറക്കരുത്. ഇലക്ട്രിക്കൽ വയറിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ കോപ്പർ ആണ്. അതിന്റെ കേസിൽ വരുന്ന ഒരു പ്രോസസ് ആണ് സാഗ് എന്ന് പറയുന്നത്. അതായത് സമ്മർ ടൈമില് ചൂട് കൂടുമ്പോ ഈ പറയുന്ന ലൈൻ എന്ന് പറയുന്നത് എക്സ്പാൻഡ് ചെയ്യുന്നത് കൊണ്ട്, ലെങ്ത് കൂടുന്നത് കൊണ്ട് സാഗ് ചെയ്ത് ഇങ്ങനെ നേരെ നിൽക്കേണ്ട ലൈൻ എന്ന് പറയുന്നത് ഇൻസ്റ്റെഡ് ഓഫ് ലൈക്ക് ദിസ് രണ്ട്
പോസ്റ്റിന്റെ ഇടയ്ക്ക് എന്ത് വരും, ഇതുപോലെ സാഗ് ചെയ്തിട്ടായിരിക്കും നിൽക്കുക. ഓക്കെ, കുറച്ചൊന്ന് തൂങ്ങിയ പോലെ. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അലുമിനിയം ആണ്. അപ്രോക്സിമേറ്റ്ലി 23 വരുന്നുണ്ട്. 23 ഇൻറ്റു 10⁻�6 ഉണ്ട്, മറക്കരുത്. എയർക്രാഫ്റ്റ് ഫ്രെയിംസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ അലുമിനിയം ആണ്. എവിടെയാണ് ആപ്ലിക്കേഷൻ വരുന്നതെന്നൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ബ്രാസിന്റെ കേസിലാണെങ്കിൽ തെർമോസ്റ്റാറ്റ്സിലും ബൈമെറ്റാലിക് സ്ട്രിപ്സിലും ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ നമ്മൾ എന്താ പറഞ്ഞത്, ലീനിയർ എക്സ്പാൻഷൻ കഴിയുമ്പോൾ ഏരിയ ആൻഡ് വോളിയം എക്സ്പാൻഷൻ ആണ്. അതായത് വിച്ച് ഇംപ്ലൈസ് ദ എക്സ്പാൻഷൻ ഈസ് ബിയോണ്ട് 1 dimension അല്ലെ. അപ്പൊ ഏരിയ ആൻഡ് വോളിയം എക്സ്പാൻഷന്റെ കേസിൽ വരുന്ന ഇക്വേഷൻസ് കൂടെ നോട്ട് ചെയ്ത് വെക്കുക. ഏരിയയുടെ കേസിൽ വരുന്നത് എന്താണ്, A is equal to A0 into 1 plus beta into delta t യും വോളിയം എക്സ്പാൻഷന്റെ കേസിൽ വരുന്നത് V is equal to V0 into 1 plus gamma into delta t യും ആണ്. ഈ ആൽഫയും ബീറ്റയും ഗാമയും തമ്മിലുള്ള ഈ ഒരു റിലേഷൻ കൂടി ഓർത്ത് വെക്കുക. ബീറ്റ ഇസ് 2 times ആൽഫ ആണ്, ഏരിയ ആണ്. അതുപോലെ ഗാമ എന്ന് പറയുന്നതാണെങ്കിൽ 3 times ആൽഫയാണ് ഫോർ ഏത് ഐസോട്രോപിക് സോളിഡ്സ്. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ ഏരിയ ആൻഡ് വോളിയം എക്സ്പാൻഷന്റെ കേസിൽ വരുന്ന ഇക്വേഷൻസും ആൽഫ ബീറ്റ ഗാമ തമ്മിലുള്ള റിലേഷനും കൂടെ ഒന്ന് ഓർത്ത് വെക്കാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബൈമെറ്റാലിക് സ്ട്രിപ്പിനെ പറ്റിയാണ് പറയുന്നത്. എന്താണ് ഈ ബൈമെറ്റാലിക് സ്ട്രിപ്പ്? ബൈമെറ്റാലിക് എന്ന് പറയുമ്പോൾ 2 തരം മെറ്റൽസ്, 2 മെറ്റൽസ് വിത്ത് ഡിഫറെന്റ് ആൽഫ ബോണ്ടഡ് ടുഗദർ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബൈമെറ്റാലിക് സ്ട്രിപ്പ് എന്ന് പറയുന്നത്. വിച്ച് ബെൻസ് ഓൺ ഹീറ്റിംഗ്, തെർമോസ്റ്റാറ്റ്സ്, ഫയർ അലാംസിലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതും കൂടെ ഓർത്ത് വയ്ക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് അനോമലസ് വാട്ടർ എക്സ്പാൻഷനെ പറ്റി ഓർത്തു വെക്കുക. അതായത് വാട്ടർ എന്ന് പറയുന്നത് ഇറ്റ് കോൺട്രാക്ട്സ് ഫ്രം 0 to 4 degree Celsius വരെ വാട്ടർ കോൺട്രാക്ട് ചെയ്യാണ് ചെയ്യുക. പിന്നെയാണ് അത് എന്ത് ചെയ്യുന്നത്, എക്സ്പാൻഡ് ചെയ്യുന്നത്. അപ്പൊ മാക്സിമം ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് അറ്റ് 4 degree Celsius ആണ്. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കുക. വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1000 kg/m³. ഓക്കെ, ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് തെർമൽ സ്ട്രെസ് ആണ്. തെർമൽ സ്ട്രെസ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, സിഗ്മ ഇൻറ്റു ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഐഡിയൽ ഗ്യാസ് ആൻഡ് കൈനറ്റിക് തിയറി. ഗ്യാസ് ലോസ് വരുന്നുണ്ട്, ഐഡിയൽ ഗ്യാസ് ലോസ് വരുന്നുണ്ട്, മോളിക്കുലർ സ്പീഡ്, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി പറയുന്ന പാരാമീറ്റേഴ്സ് ഒക്കെ വരുന്നുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആണ് പറയാൻ പോകുന്നത്. പിന്നെ ഗ്യാസ് ലോസ് പറയുന്നുണ്ട്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആണ്. പി വി ഇസ് ഇക്വൽ ടു NRT, എല്ലാവർക്കും അറിയുന്ന ഇക്വേഷൻ ആയിരിക്കും, നോട്ട് ചെയ്ത് വെക്കുക. പി വി ഇക്വൽ ടു NRT വെർ N ഇസ് മോൾസ് ആണ് കേട്ടോ. R എന്ന് പറയുന്നത് ഗ്യാസ് കോൺസ്റ്റന്റ് ആണ് at standard temperature and pressure, and its value is R is equal to 8.314 joule per mole Kelvin. യൂണിറ്റ് കൂടെ നോട്ട് ചെയ്ത് വെക്കുക. ഓൾട്ടർനേറ്റീവ് ഫോമിൽ നമുക്ക് പി വിനെ നമുക്ക് ക്യാപിറ്റൽ N ഇൻറ്റു K ഇൻറ്റു T എന്നും കൂടെ എഴുതാം. വേർ K is equal to വാല്യൂ എന്താണ് വരുന്നത്, 1.38 ഇൻറ്റു 10⁻⁻23 ജൂൾ പെർ കെൽവിൻ ആണ് വരുന്നത്. N എന്ന് പറയുന്നത് ഇവിടത്തെ കേസിലെ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. ഓക്കെ, രണ്ട് ഫോമാറ്റിലുള്ള ഫോർമുലാസും ഒന്ന് ഓർത്ത് വെക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഇനി നമ്മുടെ കുറച്ച് ഗ്യാസ് ലോസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ബോയിൽസ് ലോ ഉണ്ട്, ചാൾസ് ലോ ഉണ്ട്, ഗൈലുസാക്സ് ലോ ഉണ്ട്, അതുപോലെ അവഗാഡ്രോസ് ലോ ഉണ്ട്. അതിൽ ബോയിൽസ് ലോയിൽ പറയുന്നത് പി വി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, which implies P is inversely proportional to V ആണ്. ചാൾസ് ലോ അനുസരിച്ചാണെങ്കിൽ V by T ആണ് കോൺസ്റ്റന്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, which implies V is proportional to T ആയിരിക്കും. അതുപോലെ ഗെയ്ലുസാക്സ് ലോ അനുസരിച്ച് P by T is equal to constant at constant വോളിയം ആണ് വരുന്നത്. സോ P is proportional to T എന്നാണ് വരുന്നത്. ഓക്കെ, അവഗാഡ്രോസ് ലോയിൽ പറയുന്നത് ഈക്വൽ വോളിയംസ് അറ്റ് same temperature and pressure contain equal molecules.
which is equal to Avogadro number Na is equal to 6.022 into 10 raised to 23 per mole ആണ്. ഓക്കെ, വാല്യൂ കൂടെ ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് നോക്കാനുള്ള കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് ആണ്. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസില് pressure of gas കണ്ടുപിടിക്കുന്നതിനുള്ള ഫോർമുല P is equal to 1/3 rho VRMS square, which is also equal to 1/3 capital N M divided by V into VRMS square ni equal ആണ്. Where rho is the density and VRMS is the root mean square speed. അങ്ങനെയാണെങ്കിൽ റൂട്ട് മീൻ സ്ക്വയർ സ്പീഡ്, ആവറേജ് സ്പീഡ്, മോസ്റ്റ് പ്രോബബിൾ സ്പീഡ് എന്ന് പറഞ്ഞിട്ട് 3 സ്പീഡ്സും കൂടെ നമുക്ക് പറയാനുണ്ട്. ഫസ്റ്റ് വൺ RMS സ്പീഡ് ആണ്. VRMS കാണുന്നതിനുള്ള ഫോർമുല എന്താണ്? √3RT divided by M, or we can also write it as √3KT divided by small m, where M is the molar massum, small m എന്ന് പറയുന്നത് mass of one molecule ആണ്. ഓക്കെ, ആവറേജ് സ്പീഡ് കാണുന്ന ഫോർമുലയാണെങ്കിൽ വി ആവറേജ് ഇസ് ഈക്വൽ ടു എന്താണ്? √8RT ഡിവൈഡഡ് ബൈ പൈ എം ചെയ്തതാണ്. വി ആവറേജും വി പിയും തമ്മിലുള്ള റിലേഷൻ കൂടെ ഓർത്ത് വെക്കുക. വി ആവറേജ് ഇസ് 2/√π ഇൻറ്റു വി പി ചെയ്തായിരിക്കും. വേർ വി പി എന്ന് പറയുന്നത് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്ന മോസ്റ്റ് പ്രോബബിൾ സ്പീഡ് വി പി ആണ്. ഓക്കെ, വി പി ഇസ് ഈക്വൽ ടു കാണുന്നതിനുള്ള ഫോർമുല എന്താണ്? √2RT ഡിവൈഡഡ് ബൈ എം ആണ്. സ്പീഡ് അറ്റ് ദ പീക്ക് ഓഫ് മാക്സ്വെൽ ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ മോസ്റ്റ് പ്രോബബിൾ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പൊ സ്പീഡ് ഓർഡർ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന സ്പീഡ് ഓർഡർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? വി പി ഇസ് ലെസ് ദാൻ വി ആവറേജ് ഇസ് ലെസ് ദാൻ വി RMS ആയിരിക്കും. ഓക്കെ, അത് തമ്മിലുള്ള റേഷ്യോ കൂടെ ഓർത്ത് വെക്കുക. വി പി എന്ന് പറയുന്നത് 1 ആണ് എടുക്കുന്നതെങ്കിൽ 1:1.128:1.225 എന്നുള്ള റേഷ്യോയിലാണ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? √2:8/π:√3. ഈ മൂന്നെണ്ണത്തിന്റെയും ഇവിടെ വരുന്ന കോഎഫിഷ്യൻസ് മാത്രം √8/π ആണ്, ഇവിടെ √3 ആണ്. ഓക്കെ, ആ കോഎഫിഷ്യൻസ് വെച്ചിട്ട് നമുക്ക് റേഷ്യോ എഴുതാം. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ടോപ്പിക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഒരു 3 ഗ്യാസസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിന്റെ മോളിക്കുലാർ മാസസിന്റെ ഓർഡർ തന്നിട്ടുണ്ട്. M1 ആണ് ഏറ്റവും ഗ്രേറ്റർ ദാൻ M2 ഗ്രേറ്റർ ദാൻ M3. മച്ച് ഗ്രേറ്റർ എന്ന് പറയുന്നത് M1 ആണ്. ഏറ്റവും സ്മോൾ എന്ന് പറയുന്നത് സ്മോൾ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് M3 വരുന്നത്. അറ്റ് സെയിം ടെമ്പറേച്ചർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ RMS വെലോസിറ്റിയുടെ കമ്പാരിസൺ എങ്ങനെയായിരിക്കും എന്നാണ്. എന്തറിയണം? VRMSന്റെ ഫോർമുല അറിയണം, എന്നാലേ ഇത് നമുക്ക് ചെയ്യാൻ കിട്ടുള്ളൂ. അപ്പൊ VRMSന്റെ ഫോർമുല നമുക്കറിയാം, √3RT ഡിവൈഡഡ് ബൈ M ആണ്, വിച്ച് ഇംപ്ലൈസ് VRMS ഈസ് പ്രൊപ്പോർഷണൽ ടു 1/√m. കറക്റ്റ് അല്ലേ? 1/√m ആയതുകൊണ്ട് മാസ് കൂടുതലുള്ളതിനായിരിക്കും VRMS ഏറ്റവും കുറവുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓർഡർ എന്തായിരിക്കും വരിക? VRMS 1 is less than VRMS 2 less than VRMS 3 ആയിരിക്കും വരിക. സോ ആൻസറിന് ഈ ഒരു ഓപ്ഷൻ ആയിരുന്നു. ക്ലിയർ അല്ലേ? മാസസ് തന്നിട്ട് അതിന്റെ RMS വെലോസിറ്റി നമ്മൾ കമ്പയർ ചെയ്യാൻ പറയാണ്. സോ RMS വെലോസിറ്റിയുടെ ഇക്വേഷൻ അറിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മോളിക്കുലാർ കൈനറ്റിക് എനർജി കാണാനുള്ള ഫോർമുലയാണ്. കൈനറ്റിക് എനർജി കാണുന്നതിനുള്ള ഫോർമുല 3/2K × T ആണ്. പെർ മോളിക്യൂൾ പെർ മോൾ ആണ് എടുക്കുന്നതെങ്കിൽ 3/2RT ആണ്. ഓക്കെ, ടെമ്പറേച്ചറിനെ നമുക്ക് എന്ത് പറയാം? ടെമ്പറേച്ചർ ഇസ് എ മെഷർ ഓഫ് ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾസ് ആണെന്ന് പറയാം. ഇക്വിപാർട്ടിഷൻ തിയറം അനുസരിച്ച് ഈച്ച് ഡിഗ്രി ഓഫ് ഫ്രീഡം ആവറേജ് എനർജിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 1/2KT ആണ് കേട്ടോ. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. മോണോ ആറ്റോമിക് ഗ്യാസിന്റെ കേസില് ഡിഗ്രി ഓഫ് ഫ്രീഡം വരുന്നത് F is equal to 3 ആണെന്ന് ഓർത്ത് വെക്കുക. അതിന് എക്സാമ്പിള് ഹീലിയം, ആർഗൺ ഒക്കെയാണ്. ഡയാറ്റോമിക് ഗ്യാസ് ആണെങ്കിൽ നമുക്കറിയുന്ന പോലെ ഓക്സിജൻ, നൈട്രജൻ, O2N2. ഓക്കെ, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് F is equal to 5 ആണ് വരുന്നത്. പോളി ആറ്റോമിക് എന്ന് പറയുമ്പോൾ നോൺ ലീനിയർ ആയിരിക്കും. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഈക്വൽ ടു 6 ആണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ കാർബൺ ഡൈ ഓക്സൈഡ്, അമോണിയ, CO2, NH3 എന്നൊക്കെ പറയുന്നത്. ഓക്കെ,
നെക്സ്റ്റ് മേയേഴ്സ് റിലേഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. മേയേഴ്സ് റിലേഷനും ഗാമയും തമ്മിലുള്ള ഒരു കണക്ഷൻ ആണ് പറയാൻ പോകുന്നത്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റീസിനെ റിലേറ്റ് ചെയ്യുന്ന ഒരു റിലേഷൻ ആണ് മേയേഴ്സ് റിലേഷൻ എന്ന് പറയുന്നത്. മേയേഴ്സ് റിലേഷൻ അനുസരിച്ച് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ മൈനസ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം തമ്മിൽ മൈനസ് ചെയ്തത് വിൽ ബി ഈക്വൽ ടു ആർ ആയിരിക്കും പെർ മോൾ ആണെങ്കിൽ. വേറെ ആറിന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഐഡിയൽ ഗ്യാസ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു 8.314 ജൂൾ പെർ മോൾ കെൽവിൻ ആണ്. ഓക്കെ, ഇതിൽ നിന്ന് തന്നെ നമുക്ക് ക്ലിയർ ആണ് എന്ത് സി പി ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ സി വി. ആ ഒരു പോയിന്റ് കൂടെ ഓർത്തു വെക്കുക കേട്ടോ. ഗാമ എന്ന് പറയുന്നതിനുള്ള ഇക്വേഷൻ എന്താണ്? സി പി ബൈ സി വി, അതായത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷറും സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം തമ്മിലുള്ള റേഷ്യോ എടുക്കുന്നതാണ് ഈ പറയുന്ന ഗാമ എന്ന് പറയുന്നത്. Cp is always greater than Cv. So gamma, which is equal to Cp by Cv, will be always greater than 1. ഇതും കൂടെ നോട്ട് ചെയ്ത് വെക്കുക. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഏത് ഗ്യാസ് ടൈപ്പ് ആണെന്ന് അനുസരിച്ച് ഡിഗ്രീസ് ഓഫ് ഫ്രീഡംസും അതുപോലെ Cp ആൻഡ് Cvയുടെ ഇക്വേഷൻസ്, ഗാമയുടെ വാല്യൂ ആൻഡ് എക്സാമ്പിൾസ് ആണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾസ് തന്നെ. മോണോ ആറ്റമിക്കിനായിരുന്നപ്പോ ഹീലിയ, ആർഗൺ പറഞ്ഞു. ഡയാറ്റോമിക് ആയിരുന്നപ്പോ ഓക്സിജൻ, നൈട്രജൻ, ഹൈഡ്രജൻ ഒക്കെ പറഞ്ഞു. പോളി ആറ്റോമിക് ആകുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, അമോണിയ. നേരത്തെ പഠിച്ചതാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. മോണോ ആറ്റമിക്കിന്റെ കേസിൽ 3ഉം ഡയാറ്റോമിക്കിന്റെ കേസിൽ 5ഉം പോളി ആറ്റോമിക്കിന്റെ കേസിൽ 6ഉം ആണെന്ന്. ഓക്കെ, സി വി കാണുന്നതിനുള്ള ഫോർമുല എന്ന് പറയുന്നത് 3/2 R ആണ്. ഇവിടെ 5/2 R ആണ്. ഇവിടെ 3 R ആണ് വരുന്നത്. ഇവിടെ സി പി കാണുന്നതിനുള്ള ഫോർമുലാസും കൂടെ ഓർത്ത് വെക്കുക ഇതുപോലെ. അപ്പൊ സി പി ബൈ സി വി നമുക്ക് എന്തെടുക്കാൻ പറ്റും? ഇക്വേഷൻ എടുക്കാൻ പറ്റില്ലേ? അപ്പൊ ഗാമയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? ഓക്കെ, എക്സാമ്പിൾസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, തെർമോഡൈനാമിക്സ് ഫണ്ടമെന്റൽസ് തൊട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 2 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്ത പോർഷനിൽ നിന്ന് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. അപ്പോ മൊഡ്യൂൾ 4 എന്ന് പറയുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 2 to 3 മാർക്സിനുള്ളതാണ്. അതിലത്തെ 2 മാർക്സ് തന്നെ ഈ പറയുന്ന ഫസ്റ്റ് പോർഷൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടന്റ് മൊഡ്യൂൾ ആണെന്നുള്ളത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കുക. നമ്മുടെ ഫ്രീ കോച്ചിങ് ക്ലാസ്സസ് ഫോളോ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ സെഷൻസ് കാണുന്നതിനോടൊപ്പം ഈ പറയുന്ന നോട്ട്സ് വായിച്ച് പഠിക്കാൻ മറക്കരുത്. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. സ്റ്റേ ഫോക്കസ്ഡ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.